ആയിട്ടുള്ള ബോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാഗിയുടെ ഒരു പാക്ക് നൂഡിൽസാണ്. ഇത് കറി ഫ്ലേവറിനാണ് കാണുന്നത്. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഒരു ഫ്ലേവറും ഇല്ലാത്ത ഫ്ലേവർലെസ് ആയിട്ടുള്ള നൂഡിൽസ് വാങ്ങാൻ വേണ്ടി കിട്ടും. അത് ഇതിൽ ഉപയോഗിക്കേണ്ട. അത് ഈ ബോൾ ഉണ്ടാക്കിയെടുക്കുമ്പം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മസാല ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്നുണ്ട്. ഈ ഒരു പാക്കിന് ഈ ഒരു കപ്പ് വെള്ളം മതിയാകും. നൂഡിൽസ് ഉണ്ടാക്കാൻ അധികം ബിൽഡപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആ മസാല ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് സാധാരണ നൂഡിൽസ് വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കാം. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പറ്റൂ. ഇത് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് നന്നായി തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നമ്മൾ ഫില്ലിങ് വെക്കുന്നുണ്ട്, എന്നാലും നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. നൂഡിൽസിൽ തന്നെ നൂഡിൽസ് മസാല ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവറാണ്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ നോമ്പ് ഫസ്റ്റ് ഒരു ബ്രെഡ് ബോക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, അതിലുണ്ടാക്കിയ ഫില്ലിങ്ങാണ് ഇത്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് എല്ലാം എനിക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സവാള സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള സോഫ്റ്റായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ ബീഫാണെങ്കിൽ ബീഫ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അത് വേവിച്ച് വെക്കണം. പിന്നെ പണി എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ട് ആദ്യം കറി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ചിലർ ഇതിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. പിന്നെ കറിയും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇത് വേവിച്ച് വെച്ചാൽ മതി. സവാള അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ നമ്മുടെ വേവിച്ച് പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അളവ് പറയാമെന്ന് വെച്ചാൽ പൊടിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് ബീഫ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലയൊക്കെ ബീഫിലേക്കും ബീഫിൻ്റെ ഫ്ലേവറൊക്കെ മസാലയിലേക്ക് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിലർ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മീറ്റൊക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്ലേവർ ഒരിക്കലും അതിൽ കിട്ടൂല. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കനൊക്കെ ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടവണം. എണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ തടവാം. എന്നിട്ട് ഒരു ചെറിയ ബോൾ എടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് നൂഡിൽസ് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം. നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ക്രാക്കെല്ലാം ഉണ്ടാവും. അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട. ഇത് നമ്മൾ ബ്രെഡിലും മുട്ടയിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അന്നേരം കവറായി പോയിക്കോളും. ഒരു പാക്കറ്റ് നൂഡിൽസ് വെച്ച് ചെയ്തപ്പോൾ 7 ബോൾസാണ് നമുക്ക് കിട്ടിയത്.
പിന്നെ ഒന്ന് ചെറുതാണ്, അത് അവസാനം ഉണ്ടായതാണ്. ബാക്കിയൊക്കെ ഒരു മീഡിയം സൈസ് ഉള്ളതാണ്. ഇനി നമുക്കിത് ബ്രെഡ് പൊടിയിലും മുട്ടയിലും ഒന്ന് കവർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൽ കവർ ചെയ്യാം. എന്നിട്ട് ഇതിലും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് അവസാനം നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്തും ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്നില്ലേ, ബ്രെഡ് പൊടി വെച്ചിട്ടല്ലേ നമ്മൾ കൂടുതൽ ഷേപ്പ് ചെയ്തെടുക്കല്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ പാൻ ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് കളയാം. ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ ബോൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ആ ഫില്ലിങ് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. പെട്ടെന്ന് ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ഒന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെന്ന് വെച്ചിട്ട് വെറുതെ കാണിച്ചതാണ്. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ കപ്പ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടോസ്റ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്ക്, അത്രേ ഉള്ളൂ. ചിലർക്കത് ഉപകാരപ്പെടുമായിരിക്കും. ഇതാ ഇതുപോലെ ഉണ്ടാവാം നമ്മുടെ നൂഡിൽ ബോൾ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. താങ്ക്